ഒന്നുമില്ല ചെറിയമ്മേ, കുറച്ച് ദിവസം ഇവിടെ കിടക്കാൻ തോന്നി. എന്റെ കുട്ടിക്ക് ഒന്നും വരില്ല. ചെറിയമ്മ വിളിക്കാത്ത ദൈവങ്ങളില്ല. എന്റെ മോനൊന്നും വരില്ല. മോളിലേക്ക് പോവാ. താഴത്ത് കുളിമുറി പുറത്തേ ഉള്ളൂ. മുകളിലെ തെക്കേ ഇറങ്ങ രവി എപ്പോഴും കിടക്കുക. വയ്യാണ്ടാവുമ്പോ താഴത്തേക്ക് ഇറക്കാൻ. കാശിക്ക് ശരീരത്തിന് പരോശമൊന്നുമില്ല അല്ലേ? എന്നാലും നല്ല ക്ഷീണമുണ്ട് നടക്കുമ്പോ. ഇപ്പൊ കുടിക്കാൻ എന്താ കൊടുക്കണ്ടേ? ഒന്നും വേണ്ട, ഒരു ഇളനീര് പിന്നെ മതി. യാത്ര ചെയ്തതിന്റെ ക്ഷീണം ഉണ്ടാവും. കുറച്ചു നേരം കടന്നോളൂ. താഴത്ത് ചായ കൊടുത്തോ ദുർഗെ? ഇവിടേക്കും വേണ്ടി വരും. രണ്ടിളനീരിടാൻ ആരാ പുറത്തുള്ളത്? ഇടയ്ക്ക് വല്ലാത്ത പെയിൻ വരുമ്പോ കൊടുക്കാനുള്ളതാണ് ഇഞ്ചക്ഷൻ. ഇവിടുത്തെ ഡോക്ടർ അറിയുന്ന ആളാ, നല്ല പെരുമാറ്റം. വരണമെന്നുള്ള വിവരം ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒന്നിനും ബുദ്ധിമുട്ടായിട്ടല്ല. എന്നാലും ഈ സ്ഥിതിയിൽ അവിടെ ആസ്പത്രി തന്നെ കിടക്കായിരുന്നു നല്ലത്. ഞാൻ പറഞ്ഞു കേൾക്കണ്ടേ? അവിടെ നിങ്ങളാ ചിലര് എപ്പോഴും ഉണ്ടാവുന്നൊരു സൗകര്യം ഉണ്ട്. ഞാൻ ഇടയ്ക്ക് വരും, പിന്നെ ഫോണിൽ അന്വേഷിക്കും. മാലിന്റെ ക്ലാസ്മേറ്റ് ആണ്. രവിയേട്ടൻ കുറച്ചു കാലം എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ അവർക്ക് ഒരു ഫാമിലി മെമ്പറെ പോലെ. എന്താവശ്യം വന്നാലും എന്നെ വിളിക്കാം. ഞാൻ നടക്കട്ടെ? ബാബു വരുന്നുണ്ടോ? പിന്നെ വരാം, ബസ്സുണ്ടല്ലോ. ബാബു, ട്രെയിനിങ് പീരീഡ് വെറുതെ ലീവ് എടുക്കണ്ട. കൺഫർമേഷൻ റിപ്പോർട്ട് ഒപ്പിടുന്നത് ഞാനാവില്ലല്ലോ. നടക്കട്ടെ വേട്ടാ, 2 ദിവസം കഴിഞ്ഞു വരാം. മാലി ഒന്ന് വരൂ. ബാബു ചായ കുടിക്കുക. ചെറിയമ്മയ്ക്ക് കേൾക്കണോ? ടൗണില് 3 ശ്മശാനുണ്ട്. പലപ്പോഴും പോകേണ്ടി വന്നിട്ടുണ്ട്. ഭയങ്കര. അവിടെ ദഹിപ്പിക്കലൊരു കച്ചവട. രക്ഷയില്ല എന്ന് ഡോക്ടർ പറഞ്ഞപ്പോ എനിക്ക് അവസാനം നമ്മുടെ തെക്കേ കണ്ടം തന്നെ മതിയെന്ന് ഞാൻ നിശ്ചയിച്ചു. ചെറിയമ്മയ്ക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുമെന്നറിയാം ഞാനിവിടെ കിടക്കുമ്പോ. എന്റെ കുട്ടി, എന്താ നീ ഇങ്ങനെയൊക്കെ പറയണേ? എന്ത് ബുദ്ധിമുട്ട്? ഒന്നും വരില്ല എന്റെ മോനെ. 3 വയസ്സുള്ളപ്പോ എന്റെ കൈ തന്നു പോയതായി എടുത്തി. എന്റെ മോനൊന്നും വരില്ല. ചെറിയമ്മയുടെ മനസ്സില് രണ്ടായിന്ന് കേട്ട മുതൽക്ക് ഈ ഒരു പ്രാർത്ഥനയുള്ളൂ. എല്ലാ ഈശ്വരനിൽ സമർപ്പിച്ച് ധൈര്യമായിട്ട് കിടന്നോളൂ. ഒന്നും വരില്ല, ഒന്നും വരില്ല എന്റെ കുട്ടിക്ക്. എനിക്കിവിടെ ഒരു പരിചയമില്ല. ഒരിക്കലേ വന്നിട്ടുള്ളൂ, അതും കുറച്ച് സമയം. അവിടെ ആവുമ്പോ എപ്പോ വേണമെങ്കിലും ആളുകൾ എത്തുന്നൊരു സമാധാനം ഉണ്ടായിരുന്നു. ദൂരത്തല്ലല്ലോ, എമർജൻസിക്ക് എപ്പോ വന്ന് വിളിച്ചോളൂ. 2 മണിക്കൂർ മതി ഇവിടത്തെ. വിളിച്ചോളൂ. വേണ്ട, ഐ ഹാവ് സമ്മണി വിത്ത് മീ. ഇരിക്കട്ടെ, ഒരു സേഫ്റ്റിക്ക്. കാര്യം രവിയേട്ടന്റെ വീടാണ്, ചെറിയമ്മയും ഭർത്താവുമാണ്. പക്ഷേ വന്നതൊരു ബർഡനായി അവർക്കും തോന്നരുത്. യു സ്പെൻഡ് ഫോർ എവരിത്തിങ്. ഇതിന്റെയൊക്കെ വല്ല കണക്കും വെച്ചിട്ടുണ്ടോ? വയ്ക്കാം. ഒരുമിച്ച് ആഹാരം കഴിച്ച ബില്ലിൽ പകുതി എണ്ണി തന്ന് ഡച്ച് സ്റ്റൈലിനെ പറ്റി സ്റ്റഡി ക്ലാസ് എടുത്ത ആളാണിത്. പരിചയപ്പെട്ട ദിവസം തന്നെ ഓർമ്മയുണ്ട്. കണക്ക് കണിച്ചാണെന്നറിയാം. ഡോൺ വറി, ഞാൻ ഡെയിലി വിളിക്കാം. ധൈര്യമായിട്ടിരിക്കും. ശാരടി മാഷ് റിട്ടയർ ചെയ്യണേന് ഒരു സെൻഡ് ഓഫ്.
രവി വന്നു അല്ലേ? നീ കണ്ടുവോ? ചൊവ്വാഴ്ച സന്ധ്യ നേരം ദണ്ണം കാണാൻ കയറണത് ശരിയല്ലല്ലോ വെച്ചിട്ട് ഞാൻ അങ്ങോട്ട് കടന്നില്ല. രാവിലെ കാണാം. അവന്റെ ഭാര്യ വന്നിട്ടില്ലേ? ഞാനും മനസ്സുകൊണ്ട് അവനെ ശപിച്ചിട്ടുണ്ട്. ഇപ്പൊ അത് ആലോചിക്കുമ്പോ വല്ലാത്തൊരു ഈശല്. അമ്മ വെറുതെ ഇനി പഴംപുരാണം തുടങ്ങണ്ട. ആ കിടപ്പ് കണ്ട. എന്നാലും ഇങ്ങനൊരു യോഗം. ഈ മുറ്റത്ത് അവൻ കുട്ടിക്കാലത്ത് കളിച്ചു നടന്നത് ഇപ്പോഴും എന്റെ കണ്ണി കാണുന്നുണ്ട്. മനുഷ്യാവസ്ഥ എന്ന് പറഞ്ഞാ അത്രേ ഉള്ളൂ. അറിയൂ രവിക്ക്? ദുർഗയുടെ അമ്മ. അറിയാണ്ടെന്താ, വാഴാവല സ്കൂളിലെ അമ്മ ഇപ്പോഴും. പ്രൈവറ്റ് സ്കൂളല്ലേ, മാറ്റം ഉണ്ടാവില്ലല്ലോ. കുട്ടികൾക്ക് 2 ആൾക്കും എഴുതിയിട്ടുണ്ട്, വരും എന്നാ തോന്നണേ. അമ്മൂട്ടിക്ക് പ്രയാസമില്ല. കോയമ്പത്തൂരിൽ നിന്ന് വരെയല്ലേ വേണ്ടു. കേശു ഒരു ദിവസം ലീവ് എടുത്താൽ മതിയല്ലോ. കാർത്തിക്ക് വരാൻ പറ്റുമെന്ന് അറിയില്ല. കൃഷ്ണൻകുട്ടി ഉദ്യോഗം ഒന്ന് മാറാൻ വേണ്ടി ഓടി നടക്കുകയല്ലേ. അവരാരും ബുദ്ധിമുട്ടി വരണ്ടെന്ന് എഴുതിക്കോളൂ. അവർക്ക് കാണണമെന്നുണ്ടാവും. അമ്മൂട്ടിയുടെ കല്യാണത്തിനും കൂടി രവി വന്നില്ല. അതിന് അവളുടെ ഒരു സങ്കടം പറഞ്ഞാൽ തീരില്ല. നടക്കട്ടെ രവി, ഞാൻ പിന്നെ വരാം. കുട്ടികൾ എപ്പോഴും പറയും, അന്യ നാട്ടിൽ എവിടെ ചെന്നാലും രവിയേട്ടന്റെ ചെറിയമ്മയുടെ മക്കളാണെന്ന് എങ്ങനെയെങ്കിലും അറിയും. പിന്നെ എല്ലാവർക്കും അവരെ വലിയ കാര്യമാണ്. തറവാട്ടിൽ അങ്ങനെ ഒരു പേരുണ്ടാക്കി തന്നത് എന്റെ ഈ മോന. നോക്കൂ ചെറിയമ്മേ, എല്ലാവരും ഇങ്ങനെ കരച്ചിലും പിടിച്ചിലും ആയാൽ കിടക്കുന്നവർക്കൊരു സമാധാനം ഉണ്ടാവോ? എന്റെ കുട്ടിക്ക് ഈ ഗതി വരുത്തിയല്ലോ ഈശ്വരന്മാരെ. അവർ കരയും. ഇതൊന്നും സാരല്ല, വേഗം മാറും എന്നൊക്കെ വെറും വാക്ക് പറയാൻ അവർക്കറിയില്ല. അഭിനയം പഠിച്ചവര് നമ്മളൊക്കെ അല്ലേ. ഈ ഡോക്ടർ നിത്യം ഒന്നും നോക്കേണ്ട ഒരു കാര്യമില്ല. എന്ത് കൊടുത്തു? 25 ആണ് പതിവെന്ന് ചെറിയച്ഛൻ പറഞ്ഞു. ഞാൻ 50 കൊടുത്തു. ഹൗസ് വിസിറ്റ് അല്ലേ. വെറുതെ കാശ് ചെലവാക്കണോ? ഹോസ്പിറ്റൽ ബില്ല് എത്ര വന്നു? ഒക്കെ രാജേന്ദ്രനാണ് സെറ്റിൽ ചെയ്തത്. ഞാൻ ചോദിച്ചു, പറഞ്ഞില്ല. തമിഴ്നാട്ടിലൊരാളുണ്ടത്രേ, ലോകഭസ്മം കൊണ്ടുള്ള ഒരു ചികിത്സ. ആൾക്ക് മാറിയിട്ടുണ്ടെന്നാ കേൾവി. എനിക്ക് വേണ്ട ദുർഗെ, ഞാൻ 2 ചായ കഴിഞ്ഞു. രവിയുടെ ഭാര്യയ്ക്ക് എന്തോ ഉദ്യോഗമില്ലേ? കോളേജിൽ പഠിപ്പിക്കുക, നടക്കാരുടെ കോളേജില്. ഹലോ, ആരെ ആരെ? ദുർഗെ, കോഴിക്കോടുന്ന് മാലിനിക്ക. അതാ വരണ്ട്. നിൽക്ക്. ആളുകൾ വന്നുകൊണ്ടിരിക്കും ഇനിയും. എല്ലാവർക്കും ചായ സൽക്കാരം വേണമെന്നില്ല. കല്യാണ വീട്ടിലേക്ക് എല്ലാ വരണമെന്ന് നിന്റെ അച്ഛമ്മകളോടൊന്ന് പറഞ്ഞു കൊടുത്തേക്ക്. അതാ വരണു. എനിക്കാണോ? രാജേന്ദ്രൻ. ഹലോ. ഫൈൻ. ഇന്നലെ ശരിക്കും ഉറങ്ങി. ഹി അപ്പിയേഴ്സ് ടു ബി വെരി റിലാക്സ്ഡ്. ഫാദർ അലക്സിനെ കണ്ടോ? ശരി, വരാം. അവർക്ക് സിറ്റുവേഷൻ അറിഞ്ഞൂടെ? ശരി. കോളേജിൽ ലീവ് എക്സ്റ്റെൻഡ് ചെയ്യാൻ പ്രയാസമുണ്ട്. നാളെ പോണം. ഉദ്യോഗത്തിന്റെ കാര്യല്ലേ? പോവാ. ശനി ഞായറും വരാലോ. ഇപ്പോഴത്തെ സ്ഥിതി കണ്ട് അപകടസന്ധി പെട്ടെന്ന് ഉണ്ടാവും തോന്നുന്നില്ല. അല്ല, ഒക്കെ ദൈവത്തിന്റെ കയ്യിലാത് വെച്ചോളൂ. കുമാരൻ നായരെ, അപ്പൂന്റെ അളിയന്റെ നമ്പറാ, തിരുപ്പൂരില്. ഒരു വിവരം പറയാനാ, ഒന്ന് വിളിച്ചാലോ? അതെ, ദൂരം വഴിക്ക് വിളിച്ചാൽ അതിൽ കിട്ടില്ല. കുട്ടികളെ ഇങ്ങോട്ട് വിളിക്കണമൊക്കെ കിട്ടുകയും ചെയ്യും. ഇവിടുത്തെ യന്ത്രം അങ്ങനത്തതാ കേസ് വെപ്പിച്ചത്.
ടീച്ചർ പറഞ്ഞിട്ടൊന്നും പ്രിൻസിപ്പൾ സമ്മതിക്കുന്നില്ല. പൊയ്ക്കോളൂ, അതിനെന്താ? ഇവിടെ ഒറ്റയ്ക്ക്. ഇളനീരാണ്. എഴുത്തിനിക്ക് വേണോ? കൊണ്ടുവരാൻ. വേണ്ട. ദുർഗയെ കണ്ടിട്ടില്ലേ മാലിനി മുമ്പ് വന്നപ്പോ? ഇല്ല, അന്ന് ഞാൻ വന്നപ്പോഴേക്ക് രവീടിനും എഴുത്തിനും പോയിരുന്നു. നോക്കൂ, ഞാൻ ഒരു മെഡിക്കൽ ലീവിന് എഴുതിയാലോ? വേണ്ട, പിരിച്ചുവിടാൻ അവരൊരു കാരണം കാത്തിരിക്കുക. 2 ലക്ഷം 3 ലക്ഷം കൊടുത്ത് ചേരാൻ ആളുകൾ ക്യൂവിലുണ്ടാവും. പോയി ജോയിൻ ചെയ്തോളൂ. സമാധാനമായിട്ട് പൊയ്ക്കോളൂ. ഇവിടെ ഞങ്ങളെല്ലാരും ഇല്ലേ രവീടിനെ നോക്കാൻ? ഈ ദുർഗയുടെ അച്ഛനെ എനിക്ക് ആദ്യമായി തീവണ്ടി കാണിച്ചെന്ന്. നമ്മുടെ ഒരു കസിനായിരുന്നു. മൂപ്പരെ കഴുത്തിൽ കയറിയെന്ന് ഞാൻ ഒരുപാട് ഉത്സവപ്പറമ്പുകളിലൊക്കെ സവാരി നടത്തിയിട്ടുണ്ട്. ഈ വാസ് എ വെരി ലവിങ് ക്യാരക്ടർ. ഞാനൊന്ന് കുളിച്ചിട്ട് വരാം. ദുർഗ, ഞാനിവിടെ ഇരുന്നോളാം. മുമ്പ് അന്വേഷിച്ചപ്പോ ദുർഗയ്ക്ക് പഞ്ചായത്ത് ഓഫീസിൽ എന്തോ പണി കിട്ടിയെന്ന് പറഞ്ഞല്ലോ ചെറിയമ്മ. ഇപ്പൊ എവിടെയില്ല. ടെമ്പററി വേക്കൻസിയിൽ ഒരു 8 മാസം ഉണ്ടായി. ഇപ്പോ ആരൊക്കെ ഉണ്ട് വീട്ടില്? അമ്മയും ഞാനും തന്നെ. ഓ, തെക്കുന്ന് മാറ്റം വന്ന ഒരു ടീച്ചർ ഉണ്ടായിരുന്നു കുറച്ചു കാലം. അതാണോ ചോദിച്ചത്? എഴുത്തിനെ ഞാൻ ഇപ്പോഴാ കാണുന്നത്. അമ്മൂട്ടിയുടെ കല്യാണത്തിന് ഉറപ്പായിട്ട് 2 ആളും വരുമെന്ന് എല്ലാരും പറഞ്ഞിരുന്നു. ചെറിയച്ഛൻ നേരിട്ട് വന്ന് ക്ഷണിച്ചു. വരണം നിശ്ചയിച്ചതായിരുന്നു. എന്തോ പെട്ടെന്നൊരു തിരക്ക്. എവിടേക്കോ പോവേണ്ടി വന്നു. ഡൽഹിയില്. പിന്നെ വിവരം അറിഞ്ഞു. ശരിയാ, എല്ലാ തിരക്കും ഒഴിവാക്കി വന്നത് ഇപ്പോ ഈ അവസ്ഥയില്. ഈ ബസ് 7:30 എന്ന് പറഞ്ഞാൽ 7:30. ഇത് മാത്രം കൃത്യമായിട്ട് ഓടണത്. ഞാൻ പോവാണ്. മോളിൽ ചെറിയമ്മയോ ദുർഗയോ ആരെങ്കിലും ഒരാൾ എപ്പോഴും വേണം. ഞാൻ ബസ്സിന് വരാന്നാണല്ലോ പറഞ്ഞിരുന്നത്. വണ്ടി അയക്കേണ്ടിയിരുന്നില്ല. ഞാൻ ഇതിൽ പോവാം. ഈ രാജേന്ദ്രൻ ഉള്ളതാ ഇവർക്കൊരു രക്ഷ. പണമുണ്ട്, സ്വാധീനമുണ്ട്. രവിയേട്ടന്റെ കല്യാണത്തിനും ഇയാളായിരുന്നു ഇത്ര ആദ്യവസാനം. ഏടത്തിമ്മയുടെ ക്ലാസ്മേറ്റാ. ഇതൊക്കെ നിനക്കെങ്ങനെ അറിയണേ? കല്യാണം കഴിഞ്ഞ കാലത്ത് കേട്ട വിവര. ലീവിന്റെ കാര്യം മാലിനി പറഞ്ഞപ്പോ പൊക്കോളാം ഞാനും പറഞ്ഞു. പക്ഷെ പോകുന്നു ഞാൻ വിചാരിക്കണ്ടായില്ല. അവൻ ഇങ്ങനെ കിടക്കുമ്പോ നമ്മുടെ കുട്ടികളാണെങ്കിൽ പോവോ? ഉദ്യോഗം പോയാൽ പോട്ടേന്ന് വെക്കും. അല്ലാണ്ടതാ. രവിയേട്ടന് വല്ലതും പറ്റിയ അവർക്ക് കഴിഞ്ഞുകൂടണ്ടേ? ഇതുവരെ മനസ്സ് മാറാത്ത അച്ഛനും അമ്മയും ഇനി സഹായിക്കുന്ന എന്താ ഉറപ്പ്?